ആരും ഇല്ലെന്ന് പറഞ്ഞേക്കരുത്, ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞേക്കരുത്, ദൈവം കൈവിട്ടു എന്ന് പറഞ്ഞേക്കരുത്. മനസ്സിലാവോ എന്ന് അറിഞ്ഞുകൂടാ. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒന്നാം പ്രമാണ ലംഘനമാണ്. കർത്താവ് എന്നെ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ. കാരണം കർത്താവിന്റെ സർവ്വശക്തിയെ നമ്മൾ മഹത്വപ്പെടുന്നുണ്ട്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന്. ആ ദൈവം എന്നെ സഹായിക്കില്ലെന്ന് വെച്ചാൽ ആ ദൈവത്തിന് ശക്തി ഇല്ലെന്നല്ലേ എന്റെ അർത്ഥം. കിട്ടുന്നുണ്ടോ? കൂടെ വരുമെന്നാണ് കർത്താവിന്റെ വാഗ്ദാനം. നമ്മൾ ഇവിടെ ഇരുന്ന് കർത്താവ് എന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയുടെ ലംഘനമല്ലേ? കർത്താവ് പറഞ്ഞ വാക്കിനെ തള്ളി പറയല്ലേ? I tell you, he will be with you. He is with you. കൂടെ ഉണ്ട്, ഇട്ടേച്ച് പോവില്ല. മക്കളെ, ഈ വചനം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, നീ അനുഭവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കർത്താവിന് തരാനുള്ള ഉത്തരവ് ഇത് തന്നെയാണ്. എന്റെ കർത്താവ് അവസാനം വരെ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു. എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും.